വീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജാസ്മിൻ. ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ചാനലിൽ ഇതുവരെ ഇല്ലാത്ത ഒരു ടൈപ്പ് വീഡിയോ ആണ്. നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നവർ യൂട്യൂബ് തുറക്കുമ്പോൾ സ്വാഭാവികമായി നമുക്ക് സജഷൻസ് വരുന്ന വെയിറ്റ് ലോസ് വീഡിയോസ് ആയിരിക്കും അല്ലേ. നമ്മൾ ഒരിക്കലെങ്കിലും വെയിറ്റ് ലോസ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് അതിന് സജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാനൊരു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ഗെയിൻ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഞാൻ വെയിറ്റ് ലോസ് സ്റ്റോറി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെന്നെ തല്ലുന്ന എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ഗെയിൻ സ്റ്റോറിയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്രാവശ്യം നാട്ടിലേക്ക് വന്ന സമയം എല്ലാവർക്കും ചോദിക്കാനുണ്ടായിരുന്ന ഒരു വിഷയം ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജാസ്മിൻ എങ്ങനെയോ ഇത്രയും വണ്ണം വെച്ചാൽ ഇതെന്താ എങ്ങനെ ഇരിക്കുന്ന, അയ്യേ കാണാനൊരു ഭംഗിയില്ല, മുന്നത്തെ ആയിരുന്നു നല്ലത്, അങ്ങനെ ഇങ്ങനെ. ഈ ബോഡി ഷേമിങ് എന്നൊക്കെ പറയുന്ന സംഭവം സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് തന്നെ കേട്ടോ. മുന്നും എന്നെ ഇങ്ങനെ ഗുണ്ടുമുളക് അങ്ങനെയൊക്കെ കളിയാക്കാറൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഞാൻ ഇതിൽ കൂടെ വിടുക പതിവുള്ളൂ. സത്യം പറഞ്ഞാൽ ഇത്രയും വണ്ണം വെച്ചിട്ടുള്ളതും ആദ്യമായിട്ടാണ്. ഞാൻ പ്രഗ്നൻസിയിൽ പോലും ഇത്രയും വണ്ണം വെച്ചിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ, നീ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണ്ടായിരുന്നല്ലോ, നല്ല രസം ഉണ്ടായിരുന്നല്ലോ കാണാൻ, ഇപ്പം എന്തെങ്ങനെയായി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും എന്നോട് ഇത് തന്നെയാണ് ചോദ്യം. ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ ഇച്ചിരി ഡാർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ഞാൻ ബാൽക്കണിയിൽ ക്യാമറ വെച്ചിട്ട് അകത്താണ് നിൽക്കണത്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടൊന്നും ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പം ലൈറ്റിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാവും, ക്ഷമിച്ചേക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് എവിടെയാണ്, വെയിറ്റ് ഗെയിനിലാണ്. അപ്പൊ ഞാൻ നന്നായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട്. അപ്പൊ വെയിറ്റ് ഗെയിൻ സ്റ്റോറി പറയാന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരു ഓവർനൈറ്റിൽ വണ്ണം വെച്ച ആളൊന്നുമല്ല, അല്ലെങ്കിൽ പെട്ടെന്ന് വണ്ണം വെച്ചിട്ടുള്ള ആളൊന്നുമല്ല. ഞാൻ ഓൾറെഡി പണ്ട് മുതലേ ഒരു പ്ലസ് സൈസ് തന്നെയാണ്. പെട്ടെന്ന് അങ്ങോട്ട് കയറി വണ്ണം വെച്ചിട്ടുള്ള ആളൊന്നുമല്ല. എന്നെ കാണുമ്പോൾ ജാസ്മിൻ എന്ന് പറയുമ്പോൾ പൊതുവെ ആ വണ്ണമുള്ള വെളുത്ത ആ ഒരു കുട്ടി അങ്ങനെയാണ്. കാരണം ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ജാസ്മിൻ എന്നുള്ള പേര് കോമൺ ആണല്ലോ. ഞാൻ എപ്പോൾ പഠിക്കുമ്പോഴും 2 ജാസ്മിൻ അല്ലെങ്കിൽ 3 ജാസ്മിനൊക്കെ ക്ലാസ്സിൽ ഉണ്ടാവാറുണ്ട്. എല്ലാ വർഷമല്ല, ഏതെങ്കിലുമൊക്കെ വർഷം. അപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് പറയാം, ആ വെളുത്ത് തടിച്ച കുട്ടിയില്ലേ ജാസ്മിൻ, അങ്ങനെയാണ് പറയാം. അപ്പോൾ മുന്നേ ഇങ്ങനെ ഞാൻ തടിച്ച ഒരു പ്ലസ് സൈസുള്ള ആൾ തന്നെയാണ്. പക്ഷെ അന്നൊന്നും എനിക്ക് അങ്ങനെ വണ്ണം കുറയ്ക്കണമെന്നോ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഗുണ്ടുമുളക് എന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ദേഷ്യം വരുമോ, അങ്ങനെയൊന്നും എനിക്കുണ്ടായിട്ടില്ല. പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. എനിക്ക് അങ്ങനെ ഒരു ബോഡി ഷേമിംഗ് എന്നുള്ള വേർഡ് വരെ കേട്ടു തുടങ്ങിയത് ഇപ്പോഴാണ്. നമ്മളെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കളിയാക്കുമ്പോൾ എനിക്കങ്ങനെ വിഷമമൊന്നും തോന്നാറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം ലേഡീസ് വണ്ണം വെക്കുന്നതിനൊരു 3 ടൈം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന്, നമ്മൾ ബർത്ത് വെയിറ്റ് ഉണ്ടാവുന്ന അത്യാവശ്യം വെയിറ്റ് ഉള്ള കുട്ടിയായിരിക്കും ചെറുപ്പത്തിൽ തന്നെ, അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു ടൈപ്പ് ഉണ്ടാവും. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മെൻസ്ട്രേഷൻ ഉള്ള സമയം, ഫസ്റ്റ് മെൻസ്ട്രേഷൻ ആവുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുമല്ലോ, ആ ഒരു സമയം മുതലേ വണ്ണം വയ്ക്കുന്ന കുട്ടികളുണ്ട്. അതല്ല, ആ സമയത്തൊന്നും വണ്ണം ഇല്ലാതെ പിന്നെ പ്രസവിക്കുന്ന സമയമുണ്ടല്ലോ, അത് കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞിട്ട് വണ്ണം വയ്ക്കുന്ന കുട്ടികളും ഉണ്ട്. ഭയങ്കരമായിട്ട് മെലിഞ്ഞിരുന്നിട്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ കാണാം നല്ല വണ്ണത്തിലിരിക്കുന്നത്, പിന്നെ അതങ്ങോട്ട് കുറയാതെ നിൽക്കുന്ന കേസുകളുണ്ട്. എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ചെറിയ സമയത്തുള്ള ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ അങ്ങനെ വലിയ വണ്ണമൊന്നുമില്ല. ഞാൻ വണ്ണം വെച്ചിട്ടുള്ളത് ഫസ്റ്റ് മെൻസ്ട്രേഷൻ്റെ സമയത്താണ്. ആ ടീനേജ് ആ സമയം തൊട്ട് ഹൈസ്കൂൾ പഠിക്കുമ്പോഴാണ് എൻ്റെ മെൻസ്ട്രേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടുന്ന് ആ ഹൈസ്കൂളിൽ നിന്ന് തൊട്ടിട്ട് ഞാൻ ഹൈസ്കൂൾ തൊട്ടാണ്, 8ാം ക്ലാസ് തൊട്ടാണ് ഞാൻ നന്നായിട്ട് വണ്ണം വെക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ഡ്രിൽ മാഷ് പുതിയതായിട്ടൊരു മാഷ് വന്നു കേട്ടോ. പേരെനിക്ക് ഓർമ്മയില്ല, 9ലാണോ 10ലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ആ സമയം ഞങ്ങളുടെ ഹൈസ്കൂളാണ്, പർപ്പൂർ സ്കൂളാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ആ ഹൈസ്കൂളിൽ ബാസ്കറ്റ്ബോൾ, ഗേൾസിൻ്റെ ബാസ്കറ്റ്ബോൾ ടീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് വെയിറ്റ് നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ 9ലാണോ 10ലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, 9ലാണെന്ന് തോന്നുന്നു. ആ സമയത്ത് തന്നെ എനിക്ക് 52 kg ഉണ്ട്, ഹൈസ്കൂളിൽ പഠിക്കുന്ന ആ സമയം. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് നോക്കുമ്പോൾ ആ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, 52 നോക്കുമ്പോൾ ഓവർ വെയിറ്റ് ആണല്ലോ ജാസ്മിൻ എന്നോട് അന്ന് പറഞ്ഞിട്ടുള്ളത് എനിക്ക് അപ്പം സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴേ ആ സമയം മുതലേ ഞാൻ തടിച്ചിയാണെന്നുള്ള ഒരു ചിന്ത എന്നിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഒരു പേടിയാണ്. എന്ത് കഴിച്ചാലും ഞാൻ, ചിലരുടെ ബോഡി ഉണ്ടല്ലോ വെള്ളം കുടിച്ചാലും വണ്ണം വയ്ക്കുന്ന പ്രകൃതം ഉണ്ടല്ലോ, ഞാൻ അതിൽ പെട്ട ആളാണ്. അപ്പം ഞാൻ വീട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഞാനും ചേച്ചിയുണ്ട്, ചേച്ചിയാണെങ്കിൽ ഭയങ്കര മെലിഞ്ഞിട്ടാണ്. അപ്പോൾ ചേച്ചി എന്ത് കഴിച്ചാലും വണ്ണം വയ്ക്കില്ല, ഞാനാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ വണ്ണം വയ്ക്കും. അപ്പോൾ ചേച്ചിയൊക്കെ ഇങ്ങനെ വണ്ണം വയ്ക്കാൻ വേണ്ടി
കുറേ പഴങ്കഞ്ഞിയില്ലേ, പഴങ്കഞ്ഞിയും തൈരും അതൊക്കെ ഇട്ട് ചേച്ചി കഴിക്കും കേട്ടോ. എന്നാലും ചേച്ചി വണ്ണം വയ്ക്കില്ല. പക്ഷെ എനിക്കതൊന്നും ഇഷ്ടമില്ല, കഞ്ഞി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല. ഞാൻ നോർമൽ ചേച്ചി കഴിക്കുന്നതിൻ്റെ പകുതി കഴിച്ചാൽ പോലും ഞാൻ വണ്ണം വയ്ക്കും. അങ്ങനത്തെ ഒരു പ്രകൃതമാണ് എൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞ് ഹൈസ്കൂളിൽ തന്നെ ഞാൻ 52 ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ വെയിറ്റ് നോക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഞാൻ പിന്നെ വെയിറ്റ് നോക്കുന്നത്. ഡിഗ്രി സെക്കൻഡ് ഇയറിലാണ് ഞാൻ ISROയിൽ പോകുന്നത്. ആ സമയത്താണ് വെയിറ്റ് നോക്കിയതാണ് എൻ്റെ ഓർമ്മ. ആ സമയത്ത് ഞാൻ 58 ഉണ്ട്. അപ്പോൾ അങ്ങനെ വലിയൊരു വെയിറ്റ് കൂടുതലൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ 52 ഉണ്ട്, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ 58, ആ ഒരു ഡിഫറൻസ് ഉള്ളൂ. അത് നമ്മൾ നോർമലി വരുന്ന വെയിറ്റ് ആണ്, 58 ആണ്. അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് വണ്ണം വെച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്യുന്നത് എൻ്റെ കല്യാണത്തിൻ്റെ തൊട്ട് മുന്നാണ് കേട്ടോ. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഉള്ളപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ വെയിറ്റ് നോക്കുന്ന, കോയിൻ ഇട്ട് വെയിറ്റ് നോക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിൽ നോക്കിയിട്ടുണ്ട്. അതിൽ നോക്കിയപ്പോൾ ഞാൻ 62 ആണ്. അത് ജസ്റ്റ് കല്യാണത്തിൻ്റെ ആ ഒരു സമയമാണ്. അപ്പോൾ 62 ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരെ ഡൽഹിക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ഒന്നും ചെയ്യാനില്ലല്ലോ, നമ്മൾ വെറുതെ ഇങ്ങനെ വലിയ പണികളൊന്നുമില്ല, തന്നെയുള്ളതായിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ചെറിയ എന്തെങ്കിലുമൊക്കെ ചെയ്യാനേ ഉള്ളൂ. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഞാൻ വണ്ണം കുറയും. വീട്ടിലിങ്ങനെ ഫുൾ ടൈം ഞാനിങ്ങനെ കറങ്ങി നടക്കുന്ന ആൾ, അപ്പുറത്തെ വീട്ടിലൊക്കെ ഉണ്ടാവും. ഡൽഹിയിൽ പോയപ്പോൾ നമുക്ക് എവിടെയും പോകാനില്ലല്ലോ, ആകെ 4 ചുമരിൻ്റെ ഉള്ളിൽ ഞാൻ മാത്രമുണ്ട് പകല് ഫുൾ ടൈം. അപ്പോൾ ഉറങ്ങുക, ഇതൊക്കെ തന്നെയാണ് പണി. ഉറങ്ങുക, TV കാണുക, ഇതൊക്കെ പണി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വണ്ണം വെച്ച് ഒരു 64, 65 ആ ഒരു സമയമുണ്ട്. ഞാൻ ഫസ്റ്റ് പ്രഗ്നൻസി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ വെയിറ്റ് നോക്കുമല്ലോ, ആ സമയത്ത് ഞാൻ 64, 65 ആ ഒരു വെയിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അക്കുമോൾ ഉണ്ടാവുന്നത്. അക്കുമോളുടെ ഫസ്റ്റ് പ്രഗ്നൻസിയുടെ ലാസ്റ്റ് ടൈമിൽ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 75 ആണ്. അപ്പോൾ ഞാൻ 10 കിലോയോളം കൂടിയിട്ടുണ്ട് പ്രഗ്നൻസിയിൽ. അത് പക്ഷേ ഡെലിവറി കഴിഞ്ഞ ആ സമയത്ത് തന്നെ നമുക്ക് ബേബി വെയിറ്റ് പ്ലസൻ്റ് അതൊക്കെ ആയിട്ട് കുറച്ച് വെയിറ്റ് കുറയുമല്ലോ. അങ്ങനെ ഒരു 72 ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം. അത് കഴിഞ്ഞിട്ട് പക്ഷേ എനിക്ക് പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ പറ്റി. ഞാൻ അവളുടെ അക്കുമോളായതിന് ശേഷം 6 മാസം ബ്രസ്റ്റ് ഫീഡിങ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സോളിഡ് ഫുഡ് കൊടുക്കാൻ തുടങ്ങുമല്ലോ, ബേബിക്ക് സോളിഡ് ഫുഡ് കൊടുക്കാൻ തുടങ്ങുന്ന സമയം തൊട്ട് ഞാൻ ചെറിയ ഡയറ്റിങ്ങും വർക്കൗട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമേ നമ്മൾ ഫസ്റ്റ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്തൊന്നും അങ്ങനെ ഒന്നിനെക്കുറിച്ച് ഡയറ്റോ വർക്കൗട്ടോ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതിരിക്കുകയാണ് നല്ലത്. അത് ഡോക്ടർ തന്നെ നമുക്കൊരു കൗൺസിലിംഗ് ഒക്കെ തരും. അപ്പോൾ ഞാൻ വണ്ണം വെച്ചെന്ന് എനിക്ക് തന്നെ തോന്നിയപ്പോൾ ഞാൻ കുറച്ചിട്ടുണ്ട്, നല്ലപോലെ വണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഈ ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞ് മോളുടെ ബർത്ത്ഡേയുടെ സമയമൊക്കെ ആയപ്പോൾ ഞാൻ കുറച്ച് ആദ്യത്തെ വെയിറ്റിലേക്ക് 65 ആയിരുന്നു ഞാൻ പ്രഗ്നൻസിക്ക് മുൻപേ. 67 വരെ ഞാൻ എത്തിച്ചിട്ടുണ്ട്. അതിനെനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. ഞാൻ നൈറ്റിലുള്ള ഫുഡ് ചപ്പാത്തി ആക്കി, പിന്നെ രാവിലെ വാക്കിങ്, അത് മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ വണ്ണം കുറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2 വർഷമൊക്കെ ആ ഒരു വെയിറ്റിൽ തന്നെ നിന്നു. അത് കഴിഞ്ഞിട്ട് അക്കുമോൾക്ക് 2 വയസ്സും 8 മാസം ആകുമ്പോഴാണ് അമ്മാളും ഉണ്ടാവുന്നത്. അപ്പോൾ അപ്പോൾ രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് നമുക്ക് ഓൾറെഡി കുറച്ച് വയറൊക്കെ ചാടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ രണ്ടാമത്തെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വെയിറ്റ് നോക്കുമ്പോൾ എനിക്ക് 80, 82 ആ ഒരു വെയിറ്റ് ആണ് കേട്ടോ. അത് കുറച്ചെടുക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നു. അത് ഞാൻ 6 മാസം കഴിഞ്ഞപ്പോഴൊന്നും തുടങ്ങിയിട്ടില്ല. 2 പേരായതുകൊണ്ട് അമ്മാള് ജനിച്ചതിന് ശേഷമാണ് ഞാൻ അക്കുവിനെ സ്കൂളിൽ വിടാൻ തന്നെ തുടങ്ങിയത്. അപ്പം അതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു. രണ്ടാമത്തെ വെയിറ്റ് കുറയാനായിട്ട് ഭയങ്കര പാടായിരുന്നു. പക്ഷെ എന്നാലും ഡ്യൂറേഷൻ കുറച്ച് കൂടി. അക്കുവിൻ്റെ ഞാൻ ഫസ്റ്റ് ബർത്ത്ഡേ ആകുമ്പോഴേക്കും വെയിറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു. അമ്മാളുവിൻ്റെ അത് നടന്നില്ല. അതിങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ടെങ്കിലും ഒരു 2 വയസ്സ് 3 വയസ്സൊക്കെ ആയ സമയത്ത് നാട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തേക്ക് ഞാൻ ഭയങ്കര ചാലഞ്ചൊക്കെ വെച്ചിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞാൻ 67 എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 2018-19 ആ ഒരു സമയം കേട്ടോ. ആ സമയത്തൊക്കെയാണ് ഞാൻ ചാനലൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ഈ ഫോട്ടോ കാണിക്കാവേ, സൈഡിലൊരു ഫോട്ടോ കാണിക്കാം. ആ സമയത്തൊക്കെ ഞാൻ ആ വെയിറ്റേ ഉള്ളൂ, 67, 8 ആ ഒരു വെയിറ്റാണ്. ആ സ്റ്റിച്ചിങ്ങൊക്കെ തുടങ്ങിയ സമയമാണ്. അപ്പോൾ ആ സമയത്ത് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് വർക്കൗട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ 67 എന്നുള്ള വെയിറ്റ് പിന്നെ ഗ്രാജുവലി കൂടി വന്നു. കാരണം ഞാൻ യൂട്യൂബ് തുടങ്ങിയതും സെയിലൊക്കെ കാര്യമായിട്ട് തുടങ്ങിയതും സ്റ്റിച്ചിങ്ങും അതുപോലെ നെറ്റിപ്പട്ടൊക്കെ സെയിലൊക്കെ തുടങ്ങിയ സമയമാണ്. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ചും കൂടെ ബിസിയായി. 24 hours 48 hours ആയാലോ എന്നുള്ള തോന്നലുള്ള സമയങ്ങളായിരുന്നു. അപ്പോൾ ഈ വർക്കൗട്ടും ഡയറ്റും ഒക്കെ അതേപോലെ ഇട്ടു. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഓരോ കിലോ ഇങ്ങനെ കൂടി വരും. അപ്പം അങ്ങനെ കൂടി വരുന്ന സമയത്താണ്
നമ്മുടെ കൊറോണ ചേട്ടൻ കൂരുമ്പേ കുരു എന്ന് പറഞ്ഞ പോലെ കൊറോണ ചേട്ടൻ വരുന്നത്. അപ്പം അത് അല്ലെങ്കിൽ നമ്മൾ വീക്കെൻഡ് ആയിരുന്നു സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കുക. വീക്കെൻഡ് ഫൺ ഡേ ആണ്, സാറ്റർഡേ സൺഡേ പിള്ളേർക്ക് ഫൺ ഡേ ആക്കണം. അപ്പം അങ്ങനെയായിരുന്നു. പക്ഷേ കൊറോണ ആയിരുന്ന സമയം എല്ലാ ദിവസവും സാറ്റർഡേ സൺഡേ അല്ലേ, അപ്പം എന്നും സ്പെഷ്യൽ ഡിഷസ് ആണ്. അപ്പം അതൊക്കെ നമ്മൾ ടേസ്റ്റ് നോക്കുമല്ലോ. അങ്ങനെ നോക്കി പിന്നെ അങ്ങനെ അങ്ങോട്ട് കൂടി ഒരു 80 ഒക്കെ ആയിട്ടോ. പിന്നെ അപ്പം ഞാൻ തോന്നി അയ്യോ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് തോന്നി. പിന്നെയും ഡയറ്റും വർക്കൗട്ടൊക്കെ തുടങ്ങി. പക്ഷേ ഒരു കാരണവശാലും കുറയുന്നില്ല. പിന്നെ ഞാൻ ജിമ്മ് ജോയിൻ ചെയ്യണു, യോഗ സ്റ്റാർട്ട് ചെയ്യണു, ഒരു കാര്യം ഉണ്ടായില്ല, ഒരു തരി പോലും കുറയുന്നില്ല. അങ്ങനെ ഞാൻ ലാസ്റ്റ് വെയിറ്റ് എത്തിയത്, ഏറ്റവും കൂടുതൽ വെയിറ്റ് എന്ന് പറയുന്നത് 85 ആയിരുന്നു കേട്ടോ. 85 kg ആണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്ന വെയിറ്റ്. അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുക്കുന്നതാണ്. അപ്പം എനിക്ക് തന്നെ ഡ്രസ്സ് ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര മടി. ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ നമ്മളെ കാണാനൊരു ലുക്ക് ഉണ്ടാവണ്ടേ. അപ്പോൾ ആ ഒരു ലുക്ക് എനിക്ക് ഫോട്ടോസിൽ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും വെയിറ്റ് കുറയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് കഠിനമായ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒട്ടും കുറയുന്നില്ല. അപ്പം ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ പോലെ കുറേ പേരുണ്ടാവും നമ്മൾ ഡയറ്റും വർക്കൗട്ടും ഒക്കെ ചെയ്തിട്ട് ഒട്ടും വണ്ണം കുറയാത്ത കുറേ പേരുണ്ടാവും. അപ്പോൾ പല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. നമ്മൾ ഒരിക്കലും ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ട് വണ്ണം കുറയുന്നില്ല നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താണെന്ന് ഇപ്പോൾ പറയുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഡോക്ടറോട് ഇങ്ങനെ ഇതുകൊണ്ട് വണ്ണം വെക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇതുകൊണ്ടാണ് ഇയാൾ വണ്ണം വെച്ചത് എന്ന് പറയണമെങ്കിൽ ഈ ഹെൽത്ത് ഇഷ്യൂ മാറിയതിന് ശേഷം ഇയാൾ വണ്ണം കുറയണം, എന്നാലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതുകൊണ്ടാണ് ഇയാൾ വണ്ണം വെച്ചതെന്നുള്ളത്. അപ്പോൾ ശരിയാണ്, കാരണം നമുക്കിത് 100% ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എന്താണ് ഇഷ്യൂ എന്ന് ഇപ്പോൾ പറയാത്തത് കേട്ടോ. നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതാണ്, നമ്മൾ മെഡിക്കൽ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ് ഞാൻ, അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ വണ്ണം കുറയാത്തത് എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രൂഫ് വേണമല്ലോ. അപ്പം ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇനി വണ്ണം കുറയുന്നുണ്ടോ നോക്കിയതിന് ശേഷം ഞാൻ പറയാം എന്തായിരുന്നു റീസൺ. കാരണം ഇതുപോലുള്ള ഒരുപാട് ലേഡീസ് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഞാൻ പറയാം കേട്ടോ, വണ്ണം കുറയുന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റായിട്ടും പറയാം. അപ്പോൾ അങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒട്ടും ഞാൻ എന്ത് ചെയ്തിട്ടും വണ്ണം കുറയാതെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ഞാൻ ആ ഒരു സംഭവമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നല്ലേ, കാരണം ഈ ഒരു ഇഷ്യൂ ഉള്ള കുറേ വീട്ടമ്മമാരുണ്ടാവും. അപ്പം ഞാൻ എന്തായാലും പറയാവേ, അത് ഞാൻ കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതാണ് റീസൺ എന്ന് ഞാൻ പറയാം. ഡോക്ടർ എന്നോട് പറഞ്ഞതാണ് ഇത് സാധ്യത കൂടുതലാണ്, ഒരു 60% വണ്ണം വയ്ക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെയാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ ഞാൻ വണ്ണം കുറയണം. അപ്പം ഞാൻ അതേപോലെയുള്ള, കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതുപോലെ വണ്ണം കുറച്ചിട്ടുണ്ടേ, നല്ല വണ്ണം വെച്ചിട്ടും ഞാൻ വണ്ണം കുറച്ചിട്ടുണ്ട്. വലിയ ഡയറ്റും വർക്കൗട്ടും ഒന്നും ഇല്ലെങ്കിലും നോർമലി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഇഷ്യൂ കാരണം തോന്നുന്നു ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും വണ്ണം കുറയുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്, ഡോക്ടർ എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ. ശരിയാവുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഏത് ഡോക്ടറാണ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ പിന്നെ പറയാം, ഞാൻ കുറയുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് നിങ്ങളോട് പബ്ലിക്കായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയെങ്കിലും എനിക്കൊരു മോട്ടിവേഷൻ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, വണ്ണം കുറയ്ക്കാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിപ്പോൾ പബ്ലിക്കായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ 85 ഞാനിങ്ങനെ കുറച്ച് അന്ന് തൊട്ടേ 85 തൊട്ട് കുറച്ചിട്ട് പിന്നെയാണ് കൊറോണയൊക്കെ വന്ന സമയം ഇതുപോലെ 1 കിലോയൊക്കെ ഭയങ്കരമായിട്ട് ഫുൾ ഒരു 4-5 ദിവസം ഞാൻ ജ്യൂസ് മാത്രം കുടിച്ചിട്ടുള്ള സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ 1 കിലോയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് എത്തുമ്പോൾ എൻ്റെ വെയിറ്റ് 80 ആണ്. ഇപ്പം എൻ്റെ കറക്റ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 80 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറയ്ക്കണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഞാൻ കുറച്ച് വരുന്നുണ്ട്, ഒരു ഗ്രാം വൈസ് ഒക്കെ കുറയുന്നുണ്ട്, അല്ലാതെ വലിയൊരു ചേഞ്ച് ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇനി വേണം കാര്യമായിട്ട് ചെയ്യാൻ. നമ്മുടെ ബോഡിയിൽ വണ്ണം കൂടുന്നത് നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമല്ല, ഭക്ഷണം കഴിച്ചതുകൊണ്ട് മാത്രമല്ല, ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ പലരും ആ ഒരു കാരണം കൊണ്ടൊക്കെ ആയിരിക്കും വെയിറ്റ് വെക്കുന്നത്. അപ്പം നിങ്ങളിങ്ങനെ മറ്റുള്ളവരെ ഇങ്ങനെ വണ്ണത്തിനെ ചൊല്ലി അവരെ കളിയാക്കാതെ ഇരിക്കുക. എന്നോട് തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, സെഞ്ചുറി അടിക്കാൻ പോവാണോ, കട്ടില മാറ്റി വെക്കണോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്കങ്ങനെ വല്ലാണ്ട് ദേഷ്യമൊന്നുമില്ല, ഞാൻ ഇതിൽ കൂടെ കേട്ട് ഇതിൽ കൂടെ വിടും. എനിക്ക് തോന്നിയാൽ മാത്രം തന്നെ ഞാൻ കുറയ്ക്കുള്ളൂ. അപ്പം ഇപ്പം എനിക്ക് നല്ലോണം തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കുറയ്ക്കാൻ വിചാരിച്ചിട്ടുണ്ട്. കുറയുമെന്നുള്ളത് ദൈവത്തിനറിയാം.
അപ്പൊ എന്നെ പോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നമ്മള് വിചാരിക്കാതെ തന്നെ വണ്ണം വെക്കുക, നമ്മളിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ട് മാത്രമാണ് വണ്ണം വെക്കുക എന്നുള്ള ധാരണ തെറ്റാണ്. പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ വണ്ണം വെക്കുക. ഞാനിപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂ മാത്രം കൊണ്ടല്ല കേട്ടോ, എനിക്ക് കുറേ അത്യാവശ്യം കാര്യങ്ങളുണ്ട്. ഞാൻ പല മെഡിസിൻ കഴിച്ചിട്ടുണ്ട്. പല ഡോക്ടേഴ്സിന്റെ ഒരു റീസണിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ കാണുമ്പോൾ അത് ശരിയാവില്ല, പിന്നെ വേറെ ഡോക്ടറെ കാണിച്ച് അങ്ങനെ പല മെഡിസിൻസ് കഴിച്ചിട്ടും ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. ആണെങ്കിൽ ഒരു എന്താ പറയുക, മരുന്ന് കുപ്പിയാണ്, ഇഷ്ടം പോലെ മെഡിസിൻ മാറ്റി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും ചെറിയ ഇഷ്യൂ ആണെങ്കിലും അത് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഗുണ്ടുപണിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ഇതൊക്കെ സോൾവ് ചെയ്തിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വെയിറ്റ് കുറയുന്നു ഞാൻ വിചാരിക്കുന്നു. നല്ല കാറ്റ്, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്ര കണ്ട് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഭയങ്കര കാറ്റാണ് ഇവിടെ. ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ എനിക്കിപ്പോൾ സെറ്റപ്പ് ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെയൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത് കേട്ടോ. കുറേ പേര് പറയുന്നുണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം, ഹോം ടൂർ ഒക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചെയ്യാം, എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എടുത്തിട്ടുള്ള ശീലമില്ല. എന്നാലും നിങ്ങളുടെ അഭിപ്രായം മാനിച്ച് ഞാൻ ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വെയിറ്റ് ഗെയിൻ സ്റ്റോറി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.